ഓസ്ട്രേലിയയിൽ കടപ്ലാവ് നട്ടാൽ കടം കയറുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ നട്ടു നോക്കിയതാണ്. കടം കയറിയില്ല എന്ന് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. എന്നിരുന്നാലും നല്ല കടച്ചക്കകൾ കുറേ കിട്ടിയിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് കാണുന്നവരോടാണ്. ഇത് ഓസ്ട്രേലിയയിൽ നോർത്ത് ക്വീൻസ്ലാൻഡിലുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ ഒരു ചെറിയൊരു അടുക്കളത്തോട്ടമാണ്. വളരെ കഷ്ടപ്പെട്ടാണ് ഇത്രയും സ്ഥലമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഹായ് പറയണേ. എനിവേ ഞാൻ 5-8 വർഷമായി കടപ്ലാവ് കുഴിച്ച് വെച്ചിട്ട്. അപ്പം ഇപ്പോഴാണ് കായ്ക്കാൻ തുടങ്ങി. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, പക്ഷേ അത് പൊഴിഞ്ഞു പോയി. എന്താ കാരണം എന്ന് പറഞ്ഞില്ല. പിന്നെ ആളുകളൊക്കെ പറഞ്ഞു എന്താ ബോറോണൊക്കെ കുറവാന്ന്. ഞാൻ പറഞ്ഞു ബോറോണൊക്കെ കുറച്ചുകൊണ്ടിട്ടായിരുന്നു. ഇനി ഇപ്രാവശ്യം വലിയ കുഴപ്പമില്ലാതെ കായ്ച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചിലരുടെ വിചാരം ഓസ്ട്രേലിയയിൽ എല്ലാം വരണ്ട് ഉണങ്ങിക്കിടക്കുകയാണെന്ന്. ശരിയാണ്, വരണ്ട് ഉണങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഓസ്ട്രേലിയയിൽ. പക്ഷേ ഇന്ത്യയിലുള്ള അത്രയും ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, ഏകദേശം 80% ട്രോപ്പിക്കൽ ക്ലൈമറ്റുള്ള സ്ഥലങ്ങളും ഓസ്ട്രേലിയയിലുണ്ട്. അപ്പോൾ എൻ്റെ അർത്ഥം മനസ്സിലായി. ഇന്ത്യനേക്കാൾ 3 ഇരട്ടി വലുപ്പമുണ്ട് ഓസ്ട്രേലിയ. അപ്പോൾ ഇതെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതല്ല, ഇവിടെ തന്നെ ലോക്കലായിട്ട് കിട്ടും. അങ്ങനെ കൊണ്ട് കുറേ വർഷമായി, 5-8 വർഷമായി. പിന്നെ കടപ്ലാവ് നട്ടാൽ കടം കയറുമെന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടി വേണം ഞാൻ ഒരു കാര്യം പറയാം. കടപ്ലാവ് നട്ട് കഴിഞ്ഞ പിന്നെയാണ് എനിക്ക് ഒരു വീടെടുക്കാൻ പറ്റിയത്. അങ്ങനെ വീടെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ബാങ്കിൽ കുറേ കടമായി. അപ്പോൾ അതിന് വേണേൽ നിങ്ങൾക്ക് കടം കയറുമെന്ന് പറയാൻ പറ്റും കേട്ടോ.